Artificial satellite. Imagine an object orbiting the Earth. We can take a pictures of the Earth with a camera attached to that object. നമ്മൾ ക്യാമറ ഘടിപ്പിച്ചിട്ടുള്ള ഒരു ബഹിരാകാശ വാഹനമാണ് കൃത്രിമ ഉപഗ്രഹങ്ങൾ. നമ്മൾ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ ക്യാമറ ഘടിപ്പിച്ചിട്ടുള്ളൊരു ബഹിരാകാശ വാഹനമാണ്. ഇതുപയോഗിച്ചിട്ടാണ് ബഹിരാകാശത്തിൻ്റെയും ഭൂമിൻ്റെയൊക്കെ ചിത്രങ്ങൾ നമ്മൾ പകർത്തുന്നത്. ഇതുപയോഗിച്ചാണ് നമുക്കത് പകർത്താൻ കഴിയുക കേട്ടോ. അപ്പോൾ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് കൃത്രിമോപഗ്രഹം. ഇത് നമ്മൾ ആകാശത്തിലോട്ട് ക്യാമറ ഘടിപ്പിച്ചിട്ട് അയക്കുന്ന ഒരു സംഭവമാണ്. എന്തൊക്കെയാണ് അതിൻ്റെ ഡീപ്പായിട്ടുള്ളത് നോക്കാം. യൂസസ് ഓഫ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്. എന്തൊക്കെയാണ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് കൊണ്ട് നമുക്കുള്ള ഉപയോഗങ്ങൾ? ഐഡൻറ്റിഫൈയിങ് ലാൻഡ് റിസോഴ്സസ്, പെട്രോളിയം, മിനറൽസ്. നമ്മളെ ലാൻഡ് റിസോഴ്സസ് ആയിട്ടുള്ള പെട്രോളിയം, മിനറൽസൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ടു ഐഡൻറ്റിഫൈ ഫിഷറി റിസോഴ്സസ്, അതായത് മത്സ്യസമ്പത്ത്. നമ്മളെവിടെയാണ് ഫിഷ് കൂടുതലുള്ളത് കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ പറ്റും. അതായത് നമ്മുടെ മീൻപിടുത്തക്കാർക്കൊക്കെ അത് കൂടുതൽ യൂസ്ഫുള്ളാണ്. നെക്സ്റ്റ് ക്ലൈമറ്റോളജി, കാലാവസ്ഥ. നെക്സ്റ്റ് കമ്മ്യൂണിക്കേഷൻ, TV, റേഡിയോ, മൊബൈൽ ഫോൺ, ഇൻ്റർനെറ്റ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഈ കാര്യങ്ങൾ, അതായത് ഇപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിലിരുന്നിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ലേ, ഇതുപോലും എന്താണ് നമ്മൾ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിൻ്റെ ഹെൽപ്പ് കൊണ്ടാണ്. സ്റ്റഡി ഓഫ് ഫോറസ്റ്റ് ലാൻഡ് ആൻഡ് വാട്ടർ ലാൻഡ്, വനഭൂമികളെയും ജലഭൂമികളെയൊക്കെ കുറിച്ചിട്ടുള്ള പഠനം. മിലിറ്ററി ഡിഫൻസ് ആക്ടിവിറ്റീസ്, സൈനിക പ്രതിരോധ പ്രവർത്തനങ്ങൾ. സ്പേസ് റിസർച്ച്, ബഹിരാകാശ ഗവേഷണം. ടു പ്രൊവൈഡ് ഗൈഡ് ലൈൻസ് ഫോർ ലാൻഡ്, സീ ആൻഡ് എയർ. നമുക്ക് കരനെ പറ്റിയിട്ടും കടലിനെ പറ്റിയിട്ടും വായുവിനെ പറ്റിയിട്ടൊക്കെ ഉള്ളൊരു മാർഗനിർദ്ദേശങ്ങളൊക്കെ നൽകുന്നത്. ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ആരെ ഹെൽപ്പാണ് വാങ്ങുന്നത്? നമ്മൾ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിൻ്റെ ഹെൽപ്പാണ് വാങ്ങുന്നത്. യൂസസ് ഓഫ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. ഈ പോയിൻറ്റ്സ് നന്നായിട്ട് പഠിക്കുക തന്നെ വേണം കേട്ടോ.